+1 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററാണ് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം. നമ്മൾ കെമിസ്ട്രി എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് കെമിസ്ട്രി? യെസ്, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ കമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻറ്ററാക്ഷൻ ഓഫ് മാറ്റർ. അതായത് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലെ ദ്രവ്യം എന്നാണ് അർത്ഥം. മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മാറ്ററിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിസ്ട്രി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മളെ കെമിസ്ട്രിക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. നമ്മൾ സയൻസിനെ ബ്രാഞ്ചാക്കിയിട്ടാണ് നമുക്ക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ 3 ബ്രാഞ്ചാക്കി. ഈ കെമിസ്ട്രിക്ക് 5 ബ്രാഞ്ച് ആക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി. ഫസ്റ്റ് വൺ ഓർഗാനിക് കെമിസ്ട്രി, സെക്കൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, അനാലിറ്റിക്കൽ കെമിസ്ട്രി. ഇനി അത് എന്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയൊക്കെയാണെന്ന് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോ കാർബണുകളെല്ലാം പറ്റിയിട്ട് പഠിക്കുന്ന ഇതിനെയാണ് നമ്മളെന്ത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി അതായത് ഹൈഡ്രോ കാർബണുകളല്ലാത്ത മറ്റ് എലമെൻറ്റിനെ ഒക്കെ പറ്റി പഠിക്കുന്നത്. അടുത്തതാണ് ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വീർത്ത് വരും. അതായത് ഇപ്പം ഉണങ്ങിയ മുന്തിരിയെല്ലാം നമ്മൾ വെള്ളത്തിലിട്ടാൽ അത് വീർത്ത് വരും. അതായത് ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രവർത്തനം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ സൊല്യൂഷൻ, ലായനികളെ പറ്റിയിട്ടെല്ലാം പഠിക്കുന്നതാണ്. അടുത്തതാണ് ബയോ കെമിസ്ട്രി. ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം, അതിനെല്ലാം ധാരാളം കെമിക്കൽ എലമെൻ്റ് എല്ലാം വേണം അല്ലേ? കാർബൺ, ഗ്ലൂക്കോസ്, അതിനെ പറ്റിയിട്ടുള്ളത്. അടുത്തതാണ് അനാലിറ്റിക്കൽ കെമിസ്ട്രി. അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയെല്ലാം ചെക്ക് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് മാറ്ററിനെ പറ്റിയിട്ട് നോക്കാം. മാറ്ററിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഓക്കുപ്പൈസ് ഇൻ സ്പേസ്. അതായത് മാറ്ററിൻ്റെ മലയാളം ദ്രവ്യം എന്നാണ്. അതായത് മാറ്റർ എന്തുമായിക്കൊള്ളട്ടെ, അതിനെന്താണ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മാസും സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമായിട്ടുള്ള എന്തിനേയും നമ്മൾ മാറ്റർ അഥവാ ദ്രവ്യം എന്ന് പറയുന്നുണ്ട്. മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. മാറ്ററിന് നമുക്ക് 3 ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ട് മാറ്ററിന്. അതേതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇനി നമുക്ക് ആ മാറ്ററിൻ്റെ ആ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സിൻ്റെയും സവിശേഷതകളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് സോളിഡാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അടുപ്പിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡിന് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഡെഫിനിറ്റ് ആയിട്ടൊരു വോളിയവും ഉണ്ടാവും. ഇപ്പോൾ കല്ലല്ല ഷേപ്പില്ലാത്തതാണെങ്കിൽ അതിൻ്റെ വോളിയൊക്കെ എങ്ങനെയാണ്? ആർക്കിമിഡീസ് തത്വം ഉപയോഗിച്ച് നമുക്ക് വോളിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു പാത്രത്തിൽ നമ്മളത് കുറച്ച് വെള്ളം എടുക്കുക, ആ വെള്ളത്തിൻ്റെ അളവ് മാർക്ക് ചെയ്യുക, അതിന് ശേഷം ആ കല്ല് ഇട്ടതിന് ശേഷം ജലനിരപ്പ് എന്തായാലും ഉയരും. ആ ജലനിരപ്പിൻ്റെ മാർക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ആർക്കിമിഡീസ് തത്വം. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് ഇല്ലാത്തതിൻ്റെയൊക്കെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സോളിഡിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പും ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയവും ഉണ്ട്. ഇനി ലിക്വിഡിൻ്റെ കേസിലെടുക്കുമ്പം ലിക്വിഡിന് ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. ബട്ട് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അതായത് നമ്മളിപ്പോൾ ടേക്ക് ദ ഷേപ്പ് ഓഫ് കണ്ടെയ്ൻ ഇൻ വിച്ച് ദേ ആർ കെപ്റ്റ്. അതായത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡിന് അല്ലേ? വെള്ളം തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ നീളമുള്ളൊരു ബോട്ടിലാണ് എടുത്തതെങ്കിൽ അതിന് നീളമുള്ള ആ ബോട്ടിലിൻ്റെ ഷേപ്പായിരിക്കും. പരന്നതിലാണ് എടുത്തതെങ്കിൽ പരന്നതിൻ്റെ ആ ഒരു ഷേപ്പായിരിക്കും. ഗ്യാസിൻ്റെതിലാണെങ്കിൽ നോക്കുമ്പം നോ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പും ഇല്ല, ഡെഫിനിറ്റ് ആയിട്ടൊരു വോളിയവും ഇല്ല. ഇനി അടുത്തത് അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട്, മൂവ്മെൻറ്റിൻ്റെ ഓരോ സവിശേഷതകൾ നോക്കാം. സോളിഡിന് റെസ്ട്രിക്റ്റഡ് മൂവ്മെൻ്റ് ആണ്. അതായത് ഒരു നിയന്ത്രിത ചലനമാണ് സോളിഡിന്. എന്നാൽ ലിക്വിഡിന് മൂവ്മെൻറ്റ് പോസിബിളാണ്. അതിൻ്റെ മോളിക്യൂൾസിന് മൂവ്മെൻറ്റ് പോസിബിളാണ്.
എന്നാൽ എന്താണ് ഗ്യാസിൻ്റെ അത്രയും മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. ഓക്കെ, സോളിഡിനെ അപേക്ഷിച്ച് ലിക്വിഡിന് എന്താണ് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ഗ്യാസിനാകുമ്പോൾ എന്താണ് ക്യാൻ മൂവ് ഈസിലി, അതായത് എവിടെ വേണ്ടെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. സോളിഡിന് എന്താണ് പാർട്ടിക്കിൾസ് ക്ലോസ് ഈച്ച് അതർ, അതായത് അതിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം ക്ലോസ് ആണ്. ലിക്വിഡിൽ ക്ലോസ് ആണ്, ബട്ട് എന്താണ് ദർ ഈസ് സം ഗ്യാപ്പ് ബിറ്റ്വീൻ ദം, അതിൻ്റെ ഇടക്കായിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. ഗ്യാസിനെടുക്കുമ്പം മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട്, വളരെയധികം ദൂരത്തിലാണ്. അപ്പോൾ ഇത്രയാണ് മാറ്ററിൻ്റെ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ്, അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസിൻ്റെ സവിശേഷതകൾ. ഇനി നമുക്ക് ഇൻ്റർ കൺവേർഷൻ ഓഫ് ദ 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ അതൊന്ന് നോക്കാം. ഇൻ്റർ കൺവേർഷൻ ഓഫ് ദ 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ വളരെയധികം സിമ്പിളാണ്. ഇപ്പം സോളിഡ് ലിക്വിഡ് ഗ്യാസ്, അതായത് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കാകുന്ന ആ ഒരു പ്രവർത്തനം, അതായത് നമ്മളെ ഖരം എന്നുള്ളത് ദ്രാവകമായി മാറുന്ന, അതായത് നമ്മൾ അവിടെ എന്താണ് കൊടുക്കുന്നത്, ഹീറ്റിംഗ് കൊടുക്കുമ്പോൾ അവിടെ എന്താ അത് ദ്രാവകമായി മാറുക. അപ്പോൾ ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഫ്യൂഷൻ. അത് നേരെ തിരിച്ച് സംഭവിക്കും. ഇപ്പം ലിക്വിഡ് സോളിഡ് ആകുന്ന സംഭവം ഉണ്ടാകും. അപ്പോൾ അതിനെ എന്താണ് നമ്മൾ അവിടെ അന്നേരം കൂളിംഗ് ആണ് കൊടുക്കുന്നത്. കൂളിംഗ് ചെയ്തിട്ടാണ് അവിടെ സോളിഡായി മാറുന്നത്, ലിക്വിഡ് സോളിഡായി മാറുന്നത്. അപ്പോൾ അതെന്താണ് സോളിഡായി മാറുന്ന പ്രവർത്തനം എന്താണ് സോളിഡിഫിക്കേഷൻ. സോളിഡായി മാറുന്ന പ്രവർത്തനം സോളിഡിഫിക്കേഷൻ. ലിക്വിഡ് അഥവാ ദ്രാവകം എന്താണ് ഗ്യാസ് അല്ലെങ്കിൽ നീരാവി, ഗ്യാസായിട്ട് മാറുന്ന പ്രവർത്തനമാണ് വേപ്പറൈസേഷൻ. നേരെ തിരിച്ച് സംഭവിക്കുക റിവേഴ്സായിട്ടും, എന്താണ് ഗ്യാസ് ലിക്വിഡ് ആവുകയും ചെയ്യാം. ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രവർത്തനത്തിൽ നമ്മൾ എന്താണ് ഹീറ്റിംഗ് ആണ്, ഗ്യാസ് ലിക്വിഡ് ആവുന്ന സന്ദർഭത്തിൽ എന്താണ് കൂളിംഗ് ആണ് കൊടുക്കുന്നത്. അതിന് പറയുന്ന പേരാണ്, ഗ്യാസ് ലിക്വിഡ് ആവുന്ന പ്രവർത്തനത്തിൽ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. ഇനി എന്താണ് സോളിഡ് ലിക്വിഡ് ആകാതെ ഗ്യാസ് ആകുന്ന ചില സന്ദർഭങ്ങളും ഉണ്ട്. ഇപ്പം കർപ്പൂരം, എന്താണ് പാറ്റ ഗുളിക, കൂറമുട്ടായി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ് വായുവിൽ ഇങ്ങനെ വെക്കുമ്പം അത് ചിലപ്പം അത് ഇല്ലാണ്ടായി പോകും. കുറേ ദിവസങ്ങളെല്ലാം കഴിഞ്ഞാൽ അതിങ്ങനെ വായുമായി ചേർന്ന് ഇങ്ങനെ ഇല്ലാണ്ടായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അത് ലിക്വിഡ് ആവാണ്ട് ഗ്യാസായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. അതിൻ്റെ മലയാളം വേർഡ് ഉത്പാദനം എന്നാണ്, സബ്ലിമേഷൻ. നേരെ തിരിച്ചും ഗ്യാസ് സോളിഡ് ആവുന്ന പ്രവർത്തനം, അതിനെന്താണ് പറയുക ഡിപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഇന്നത്തെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ ആയിട്ട് മൈക്രോസ്കോപ്പിക് ലെവൽ ആണ് എടുക്കാൻ പോകുന്നത്. അതിലെന്താണ് മാറ്ററിനെ രണ്ടായിട്ട് തിരിക്കുന്നതും പിന്നെ അതിൻ്റെ ഓരോന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്.